എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് പുട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാനൊക്കെ നല്ലതാട്ടോ. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വെച്ചാൽ വളരെ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. എന്നാലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് പുട്ടുപൊടിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ബീറ്റ്റൂട്ട് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി വെച്ചോളൂ. കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും ബീറ്റ്റൂട്ട് പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ആ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചോപ്പർ വെച്ച് വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ ഇതിനെ നമുക്ക് ചീകി എടുക്കാവുന്നതാണ്. ഒട്ടും കട്ടി വരരുതേ, ഒത്തിരി കട്ടി കുറച്ച് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ ഈ ബീറ്റ്റൂട്ട് എല്ലാം നമുക്കൊന്ന് ചീകിയെടുക്കാവുന്നതാണ്. എല്ലാം ഇങ്ങനെ ഒന്ന് ചീകിയെടുത്ത ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെളിയിൽ വെക്കാൻ സൗകര്യമില്ലെങ്കിൽ ഏതെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് മുറിക്കകത്ത് വെച്ചിരുന്നാലും ഫാനൂടെ ഇട്ട് വെക്കുക. അത്രയേ ഉള്ളൂ. നല്ല വെയിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 3 ദിവസത്തിനകം നന്നായിട്ട് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു 4-5 ദിവസം എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. നന്നായി ഉണക്കിയ ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാവൂ. ഞാനിപ്പം പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ബീറ്റ്റൂട്ടൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഞാനിപ്പം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്ത ശേഷം പുട്ടുപൊടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക. പുട്ടുപൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. പൾസ് ബട്ടണിൽ 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി ആ ബീറ്റ്റൂട്ടിനകത്ത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ പുട്ടുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ പുട്ടുപൊടി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ പുട്ടുപൊടി എല്ലാം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മാത്രം, ഞാനിപ്പോൾ 1 കുറ്റി പുട്ടിന് വേണ്ടിയുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. സാധാരണ രീതിയിൽ തന്നെ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ആദ്യം തേങ്ങ കുറച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുട്ടുപൊടിയും കൂടെ ചേർത്ത് ആവി കയറ്റാനായി വെക്കുകയാണ്. ഒരു 8-9 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് പുട്ട് വേവിച്ചെടുക്കാം. ഇനി ബാക്കി വരുന്ന പുട്ടുപൊടി ഇതുപോലെ തന്നെ നമുക്ക് അടച്ച് ഫ്രിഡ്ജിനകത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. അത് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ തന്നെ എടുക്കാൻ പറ്റും. നമ്മൾ ഈ പുട്ടുപൊടി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാതെ നമ്മൾ വെച്ചിരുന്നാൽ മാത്രം മതി. അങ്ങനെ 9 മിനിറ്റിന് ശേഷം പുട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീറ്റ്റൂട്ടൊന്നും അരയ്ക്കാതെ ഇൻസ്റ്റൻ്റായിട്ടുള്ള ബീറ്റ്റൂട്ട് പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ ഒരു പൗഡർ തയ്യാറാക്കി വെച്ചോളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.